ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സിജി ആൻസൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് കറിയാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ 1 കിലോ കൊഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊഞ്ചെല്ലാം ഇനി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഒരുപാട് വലിയ കൊഞ്ചൊന്നുമല്ല, ഒരു ഇടത്തരം കൊഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൊഞ്ച് അഥവാ ചെമ്മീൻ. അപ്പോൾ ഈ കൊഞ്ചിൻ്റെ തോടെല്ലാം പൊളിച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കൊഞ്ച് കറി തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരണം. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതേ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നു. കടുകെല്ലാം ഇനി എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടി വരണം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടണം. കടുകെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അതിന് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു. ഇനി ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴറ്റിയിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊന്നും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഉള്ളിയും ചെറുതായിട്ടൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടി കിടക്കുന്ന ഉള്ളി ഒന്ന് വഴണ്ട് തുടങ്ങും, മുകളിലോട്ടുള്ളത് വഴണ്ട് വരച്ച് താമസമായിരിക്കും. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കാൻ പോണത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഉള്ളി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ 6-7 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നമ്മൾ വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ എപ്പോഴും കുറച്ച് തന്നെ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ തീ കൂട്ടി വഴറ്റുമ്പം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും, അതിനൊക്കെ തന്നെ ചട്ടി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുറഞ്ഞ തീ തന്നെ ഇട്ട് നമ്മൾ വഴറ്റി എടുത്തുകൊണ്ട് വരിക. ഉള്ളി ചെറുതായിട്ടൊന്ന് വീണ്ടും വഴറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി കൂടി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറഞ്ഞ തീ കിടന്ന് ഉള്ളി ഇങ്ങനെ വഴണ്ടുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി ഇനി ഒരുപാട് ഇട്ടൊന്നും മൂപ്പിക്കുന്നില്ല, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാല പൊടിച്ചത്, ഗരം മസാല പൊടിച്ചതാണ് ചേർത്തത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. അവിടെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തക്കാളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് ഗ്രേവിക്കുള്ള അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒന്ന് ഉടയാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് ഉടയുന്നവരൊന്ന് ഇളക്കണം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞ് തുടങ്ങാറാകുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടയാനുണ്ട്. ചട്ടിയുടെ അടിയിൽ അരപ്പ് പിടിക്കും, അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് ഇത് പിടിക്കും, അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ച് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കൊഞ്ചെല്ലാം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്രേവിയും കൊഞ്ചും എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ചേർക്കണില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ കൊഞ്ചിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കൊഞ്ചും ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് ഇനി നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഗ്രേവിയിലെല്ലാം ഒന്ന് കൊഞ്ചിനായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. കൊഞ്ചിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇളക്കുന്നത് നിർത്തിയിട്ട് അത് മൂടി വെച്ചൊന്ന് വേവിക്കാൻ തുടങ്ങാം. നമ്മൾ ഇളക്കി കൊടുക്കുന്ന വെള്ളം നമ്മൾ സെപ്പറേറ്റ് ചേർത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കുമല്ലോ. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊഞ്ചിൽ നിന്ന് വെള്ളം ഊർന്നിറങ്ങുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കൊഞ്ചിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. കൊഞ്ചും ഗ്രേവിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇനി വീണ്ടും ഇത് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി മാറ്റി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കൊഞ്ചിൽ നിന്ന് വീണ്ടും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മൂടി വെച്ചൊന്ന് അടച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വീണ്ടും കഴിഞ്ഞ് വീണ്ടും നമ്മൾ മൂടി മാറ്റി അപ്പോൾ ഈ കൊഞ്ചും ഈ ഗ്രേവിയും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് വെള്ളം കൊഞ്ചിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എടുക്കാം. ഇച്ചിരി കൂടി ഞാൻ പറ്റിക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല എടുക്കുന്നത്, കുറച്ചും കൂടി ഒന്ന് പറ്റണം. എന്നാലും അത് കഴിക്കുമ്പോൾ ഈ കൊഞ്ചിൻ്റെ ഒരു കറിക്കൊരു നല്ല രുചി അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇനി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടിയൊന്നും വെക്കേണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കാം. കൊഞ്ചും ഗ്രേവിയുമായിട്ട് കുറഞ്ഞ തീയിൽ കിടന്നാണ് വേവുന്നത്. കൊഞ്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാൽ ഇങ്ങനെ കുറഞ്ഞ തീ കിടന്നിങ്ങനെ വേവുമ്പോൾ കൊഞ്ചിലേക്ക് ഗ്രേവി പെട്ടെന്ന് പിടിക്കുകയും കൊഞ്ചിൻ്റെ രുചി ഒന്ന് കൂടുകയും ചെയ്യും. ഈ കൊഞ്ചിൻ്റെ ഗ്രേവി കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഈ കൊഞ്ചിൻ്റെ ചാറെല്ലാം ഇറങ്ങി കുക്കായി വരുന്നതുകൊണ്ട് നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. കുറഞ്ഞ തീയിൽ കിടന്നിങ്ങനെ വേവുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞ തീ കിടന്നിങ്ങനെ വെന്ത് വരുമ്പോഴാണ് ഇതിൻ്റെ രുചി കൂടി വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനിയും ഞാൻ ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും മതി. ഒരുപാടങ്ങ് വറ്റിച്ച് ഡ്രൈ ആക്കുന്നില്ല, കുറച്ച് ചാറ് പോലെ വെക്കുന്നുണ്ട്. ആ ചാറ് കൂട്ടാനാണ് കൊഞ്ചിനേക്കാളും അതിലും രുചി. അപ്പം നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കുറച്ച് സമയം എടുക്കുന്നത് നമ്മൾ കുറഞ്ഞ തീയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൊഞ്ച് കറി അഥവാ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ കൊഞ്ച് കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതലിഷ്ടം. സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ.